ഭയമാണ് തിന്മകളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കേണ്ടതെങ്കിലും ഈ പൊതുസമൂഹത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ തെറ്റ് ചെയ്യാതിരിക്കുന്ന എന്തിൻ്റെ പേരിലാണ്? മറ്റുള്ളവർ പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്നെ എങ്ങനെ വിലയിരുത്തും എന്ന് ഭയപ്പെട്ടിട്ടാണ് യഥാർത്ഥത്തിൽ പരോക്ഷമായി പല തെറ്റുകളെയും സമീപിക്കുവാനുള്ള യഥാർത്ഥ കാരണം. അത്തരം തെറ്റു ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു ഉപയോഗ വസ്തുവാണ് മൊബൈൽ ഫോൺ. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല എന്നാണ്. എൻ്റെ ക്ലാസ്സിലുള്ള പഠിക്കുന്ന ഒരു കുട്ടിയെ ഒരു ചെറിയ അവിഹിതമായ ബന്ധത്തിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടപ്പോൾ ആ കുട്ടി പറഞ്ഞത്, എങ്ങനെയാണ് ഈ പരിചയം ഉണ്ടായതെന്ന് വെച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് വന്നിട്ട് ചോദിച്ചു, എൻ്റെ നമ്പർ ഒന്ന് തരുമോ? ഞാൻ നമ്പർ എഴുതി കൊടുത്തു എന്നാണ്. ബോർഡ് ശരിക്കും ആരാണെന്ന് പോലും ചോദിക്കാതെ എഴുതി കൊടുത്തു കഴിഞ്ഞു. ആ എഴുതി കൊടുക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്ദേശം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എൻ്റെ ഫോണിൽ നിങ്ങൾക്ക് എപ്പോഴും വിളിക്കാമെന്നാണ് അതിൻ്റെ സമ്മതം നൽകപ്പെടുന്നത്. ഇപ്പം എന്തേ പ്രശ്നമുള്ളൂ? എന്തേ മടിക്കാതെ കൊടുത്തു എന്ന് ചോദിച്ചാൽ വിളിക്കുന്നത് ആരും അറിയില്ലല്ലോ എന്നാണ്. സ്വാഭാവികമായും മറ്റുള്ളവരറിയാതെ എന്ത് തെറ്റും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ നമുക്ക് മാത്രം കാണാവുന്ന സ്ക്രീനിൽ എന്തു തോന്നിവാസവും ചെയ്യാവുന്ന ഒരവസ്ഥ മൊബൈൽ ഫോണിനുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഏതൊരു രഹസ്യ നിമിഷങ്ങൾക്കും സാക്ഷിയാകുന്ന ഒരു പടച്ചവനിലും നമ്മുടെ മുഴുവൻ കർമ്മ പ്രവർത്തനങ്ങളെയും നമ്മുടെ മുമ്പിൽ വ്യക്തമായും ദൃശ്യമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു വിചാരണയ്ക്ക് മുമ്പിൽ സഹോദരങ്ങളെ നിൽക്കേണ്ടി വരും എന്ന് ബോധമുള്ള ആരുടെ മൊബൈലും ഈ സദസ്സിൽ നിന്ന് നമ്മൾ മേടിച്ചു നോക്കിയാൽ ആർക്കും സ്വതന്ത്രമായി തൊട്ടടുത്തതിൻ്റെ കയ്യിൽ അതിൻ്റെ ഗാലറിയിലും അതിൻ്റെ ഏതൊന്നിലും ഏതു മെനുവിലും ധൈര്യമായി പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ആർക്കും കൊടുക്കാൻ പറ്റുന്നൊരു മൊബൈലാണോ നിങ്ങളുടെ കയ്യിൽ? ഒന്നും പേടിക്കാനില്ല. വാപ്പ ചോദിക്കുന്നു, മോനെ ഫോണൊന്ന് തരൂ എന്ന് പറഞ്ഞാൽ കുറച്ച് മൊബൈലിനെ കുറിച്ച് അറിയാവുന്ന വാപ്പയ്ക്ക് ഒരു പേടിയും കൂടാതെ കൊടുക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ, ഗുരുനാഥന് കൊടുക്കാൻ പറ്റുമെങ്കിൽ, ആർക്കും നമ്മൾ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു പ്രശ്നവും നമുക്കില്ല. പക്ഷേ മൊബൈൽ ഫോൺ ഇന്ന് ഉണ്ടാക്കുന്ന അപകടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മ്യൂസിക് തന്നെയാണ്. നേരത്തെ ഷംസു തൻ്റെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചു, മ്യൂസിക് ഏതു സന്ദർഭങ്ങളിലും എന്ന് പറഞ്ഞാൽ ഒരു പകലിൻ്റെ എത്രയോ സമയം ഒരിക്കലും പരിധികളില്ലാതെ പരിമിതികളില്ലാതെ മ്യൂസിക്കിന് ആളുകൾ അഡിക്റ്റ് ആവുന്നതിൻ്റെ പിന്നിൽ മൊബൈൽ ഫോണാണ് ഒന്നുള്ളത്. രണ്ടാമത്തത്, നിങ്ങളെ കുറിച്ച് നമുക്കറിയില്ല, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് പിടിക്കപ്പെടുന്ന മൊബൈലുകളിൽ അധ്യാപകന്മാർ പറയുന്നത് വൃത്തികെട്ട ചിത്രങ്ങളാണെന്നാണ്. മിക്കവാറും മൊബൈൽ ഗാലറികളിൽ ശരിക്കും വൃത്തികെട്ട സിനിമാ തിയേറ്ററുകളിലും നെറ്റിൻ്റെ മൂവി സൈറ്റുകളിലും ഒക്കെ പോകുന്നതിനേക്കാളും അധികം ഇന്ന് മൊബൈൽ ഫോണുകളിൽ സദാസമയം അധ്യാപകൻ ക്ലാസ്സിലെടുക്കുമ്പോഴും യാത്രാവേളകളിലും മാതാപിതാക്കൾ തൊട്ടപ്പുറത്ത് ഇരിക്കുമ്പോഴും ഏതു സമയത്തും എന്തു തിന്മയും ആസ്വദിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഇന്ന് സൗകര്യം ഇന്ന് മൊബൈൽ ഫോണിനുണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിൻ്റെ ദുരന്തങ്ങളെ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പസുകൾക്കൊക്കെ യൂണിവേഴ്സിറ്റിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ശക്തമായ നിർദ്ദേശങ്ങളുണ്ട്. അധ്യാപകന്മാരിൽ നിന്ന് മൊബൈൽ സ്ക്വാഡുകൾ രൂപീകരിക്കണം. മൊബൈൽ കിട്ടുന്ന ആളുകളിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങണം. അതവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതില്ല, ലേലം വിളിച്ച് വിൽക്കാവുന്നതാണ് എന്ന അവകാശം വരെ കൊടുത്തിട്ടാണെന്ന് ക്യാമ്പസുകളിലുള്ളത്. അതിൻ്റെ വാണിങ്ങൾ വന്നിട്ടുണ്ട്. ഇത്തരമൊരു സന്ദർഭത്തിൽ അത്യുന്നതമായ ഒരു മതത്തെയും ആദർശത്തെയും പരിഗണിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മൊബൈലുകളിൽ അത്തരം എന്തെങ്കിലും വൃത്തികേടുകൾ നിറഞ്ഞു നിൽക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്നുവെങ്കിൽ സ്വാഭാവികമായും നമ്മൾ ഈ സന്ദർഭത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട്, തിരിച്ചു വരേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ നല്ലവരാവുക എന്നതാണ് നമ്മുടെ മൊബൈലുകൾ നന്നാവാനുള്ള മാർഗം. അതുകൊണ്ട് പ്രോഫ്കോണിൽ ഒരു പുതിയ ആളായി ഞായറാഴ്ച വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ നമ്മുടെ മൊബൈലും ഒന്ന് ഫോർമാറ്റ് ചെയ്ത് എല്ലാ മെനുവിലും ഒന്ന് പോയി എല്ലാം ഡിലീറ്റ് ചെയ്ത് നമുക്കുപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ സംസ്കാരത്തിന് നിരക്കുന്ന ഒരു മൊബൈലായി നമ്മുടെ മൊബൈലിനെ കൂടെ ഈ പ്രോഫ്കോണിനോടൊപ്പം പരിവർത്തിപ്പിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ രംഗത്ത് നമ്മൾ ഓരോരുത്തരും സ്വയം തന്നെ ഇസ്ലാമികമാക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ടാവും. നമ്മുടെ മൊബൈലിൻ്റെ ശുദ്ധീകരണം എന്നുള്ളത് ഈ ക്യാമ്പ് കഴിയാൻ കാത്തു നിൽക്കേണ്ടതില്ല. നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ യാന്ത്രികമായി നമ്മുടെ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ കൃമികീടങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കാനുള്ള സാഹചര്യമായി ഉപയോഗപ്പെടുത്തണം. MSMൻ്റെ സൈബർ കോർണറിനെ പറ്റി സൂചിപ്പിച്ചു. ഇസ്ലാമികമായ ഒരുപാട് കാര്യങ്ങൾ, മ്യൂസിക് ഇല്ലാത്ത പാട്ട്,
അതേപോലെ തന്നെ ഖുർആൻ്റെ വ്യത്യസ്ത സോഫ്റ്റ്വെയറുകൾ, ഹദീസ് സോഫ്റ്റ്വെയറുകൾ, ഒരുപാട് ഇസ്ലാമിക പ്രഭാഷണങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ വിഷയത്തിൽ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദാവാ ബുക്സ് പ്രസിദ്ധീകരിച്ച ഫോണിങ്ങിൻ്റെ ഇസ്ലാമിക മാനം എന്ന ഷമീർ മദീനിയുടെ പുസ്തകം നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക്, കൂടുതൽ ഇതുപോലെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഏറെ ഉപകാരപ്പെടുന്ന ക്യാമ്പസിലെ നമ്മുടെ ജീവിതത്തിൽ ജീവൽപ്രധാനമായി കടന്നു വരുന്ന വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ സമയവും ചോദ്യവും കടന്നു വരണം. പരിമിതമായ സമയത്തിനുള്ളിൽ ഒരുപാട് തലങ്ങളിലേക്ക് നമ്മുടെ ഈ ഇൻട്രാക്ഷൻ കടന്നു പോകേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷബീർ, BBA സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. എനിക്ക് ചോദിക്കാനുള്ള ഈ പൈറേറ്റഡ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് ഇസ്ലാമികമാണോ? അഥവാ പൈറേറ്റഡ് സോഫ്റ്റ്വെയർ ഇന്ന് ഒട്ടുമിക്ക സംഘടനകളും ഓഫീസുകളും ഒക്കെ ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ്റർനെറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ നമ്മൾ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക സോഫ്റ്റ്വെയറും അത് പൈറേറ്റഡ് ആയിരിക്കും. അഥവാ അങ്ങനെ അത് യൂസ് ചെയ്യുന്ന ഇസ്ലാമികമല്ലെങ്കിൽ അതിനെതിരെ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതില്ലേ? ആൻറ്റി പൈറേഷൻ സെല്ല് തന്നെ ഇന്ത്യ രാജ്യത്തുണ്ട്, കേരള സംസ്ഥാനത്തിലുണ്ട്. പൈറേഷൻ എന്നത് ഇൻ്റർനാഷണലി അംഗീകരിക്കപ്പെട്ട ഒരു ക്രൈമാണ്. സോഫ്റ്റ്വെയറുകൾ കൊള്ള ചെയ്യുക എന്നാണ് അതിൻ്റെ മലയാളം. നമ്മൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആണെങ്കിലും വസ്തുവാണെങ്കിലുമെല്ലാം കൊള്ള നടത്തുന്നത് തെറ്റ് തന്നെയാണ്. അത് ഇൻ്റർനെറ്റിലൂടെയാണെങ്കിലും സാധാരണയാണെങ്കിലുമല്ലോ. തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണത്. പൈറേഷൻ അനുകൂലിക്കാൻ യാതൊരു നിർവാഹമില്ല. ഇസ്ലാമികമായിട്ടാണെങ്കിലും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും ലോകത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പണ്ടെല്ലാം പുസ്തകത്തിനെ പറ്റിയൊരു വിചാരം ഉണ്ടായിരുന്നു. പുസ്തകം അറിവ് വിശ്വാസിയുടെ സമ്പത്താണെന്ന് കാണുന്നോടത്തല്ല എടുക്കാമെന്നും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുസ്തകം ഏത് അലമാരിയിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകുക, അത് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുക്കേണ്ടില്ല എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. ഇതേപോലെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ DVD പ്ലെയർ ഉണ്ട്, DVD റൈറ്റർ ഉണ്ട്. ആ DVD റൈറ്ററും സാധനം ഉണ്ടായാൽ ഇത് ഇത് കോപ്പി ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിന് ന്യൂറോയോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ മതി എന്നുള്ളൊരു തലം വന്നപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന, പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന, എത്ര സീൽഡാണെങ്കിലും അത് ക്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാന്മാരെല്ലാം എല്ലാ സമൂഹങ്ങളിലുണ്ട്. തീർച്ചയായും ഇസ്ലാമികമായി തെറ്റാണ്, ശരിയല്ലാത്തതാണ്, അതിൽ ബോധവൽക്കരണം നടക്കേണ്ടതാണ് എന്നുള്ളതാണ് അക്കാര്യത്തിൽ പറയേണ്ടത്. ഇവിടെ മറ്റൊരു ചോദ്യം, ഇവിടുത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്തിലും മറ്റേ മുസ്ലിം രാജ്യങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലുള്ള നിലപാടിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പ്രശ്നങ്ങൾ നടന്ന രാജ്യങ്ങളിലെല്ലാം ജനാധിപത്യത്തിൻ്റെ പേരിൽ അധികാരത്തിൽ വരികയും അധികാരത്തിൽ വന്നതിന് ശേഷം ജനാധിപത്യത്തെ വളരെ സമർത്ഥമായി കൊന്നുകുഴിച്ചു മൂടുകയും തങ്ങളുടെ ഏകാധിപത്യത്തിന് ജനാധിപത്യത്തിൻ്റെ മറ സൃഷ്ടിക്കുകയും അങ്ങനെ രാജ്യത്തെ പരമാവധി കൊള്ളയടിക്കുകയും ചെയ്ത കുറച്ച് ഏകഛത്രാധിപതികൾക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ള ഈ രാജ്യങ്ങളിലെല്ലാം ജനങ്ങളുടെ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ ജനങ്ങളുടെ മുന്നേറ്റം സ്വമേധയാ സ്വാഭാവികമായി ഉണ്ടായി വന്നതല്ല, മറിച്ച് അതിന് പിന്നിൽ സാമ്രാജ്യത്വം വളരെ സമർത്ഥമായി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാമ്രാജ്യത്വം എന്തിലെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് പിന്നിൽ ശൃഗാല ബുദ്ധിയുണ്ടാകും എന്ന് സാമ്രാജ്യത്വത്തിൻ്റെ രാഷ്ട്രീയം കാലങ്ങളായി പഠിച്ചിട്ടുള്ള ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആ രാഷ്ട്രീയം എന്താണ് എന്നറിയാതെ നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ പെട്ടെന്ന് പ്രതികരിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ രാഷ്ട്രീയം നമ്മൾക്ക് പഠിക്കാൻ കഴിയണം. തീർച്ചയായും ആ രാജ്യങ്ങളിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടന്ന ഈജിപ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ലിബിയ ആണെങ്കിലും അതേപോലെയുള്ള രാജ്യങ്ങളാണെങ്കിലുമെല്ലാം ജനാധിപത്യത്തിൻ്റെ പേരിൽ അധികാരത്തിലെത്തുകയും പിന്നീട് ജനാധിപത്യത്തെ വളരെ സമർത്ഥമായി അവർക്ക് അനുകൂലമായി തിരിച്ച് മൂടിവെക്കുകയും
പിന്നീട് ഏക ഛത്രാധിപതികളായി മാറുകയും ചെയ്ത്